ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം IFRSൻ്റെ അഥവാ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്നത്. അതിലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ ASB അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ അതിൻ്റെ ഒബ്ജക്റ്റീവ്സുകളും അതുപോലെ തന്നെ ഫങ്ഷൻസുകളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകളെ കുറിച്ചും അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻസുകൾ, ഒബ്ജക്റ്റീവ്സുകൾ, ഫീച്ചേഴ്സുകൾ എന്നിവയാണ് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ ചർച്ച ചെയ്തത്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എടവണ്ണ ജാമിയയിലെ COVID-19 ക്വാറന്റൈനിൽ കഴിയുന്ന രോഗികളുടെ പരിചരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ എത്തിച്ചേർന്നതാണ്. അപ്പോൾ പഠനം മുടങ്ങണ്ട എന്ന് കരുതി അതിൻ്റെ ഇടയിൽ നടന്ന ഒരു ഷൂട്ടിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള വിശകലനങ്ങളും വിവരണങ്ങളും നിങ്ങൾക്ക് സ്ക്രീനിൽ നോട്ട്സോടുകൂടി കാണാവുന്നതാണ്. കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ. നമുക്കറിയാം, വ്യത്യസ്ത തരത്തിലുള്ള അക്കൗണ്ടൻറ്റുമാർ വ്യത്യസ്ത തരത്തിലുള്ള അക്കൗണ്ടിംഗ് പ്രൊസീജിയറുകളാണ് ഫോളോ ചെയ്തിരുന്നത്. നേരത്തെ ഒരു യുണീക്ക്നെസ് കൊണ്ടുവരാൻ വേണ്ടി, അക്കൗണ്ടിംഗ് പ്രൊസീജിയറിൽ ഒരു യുണീക്ക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നൊരു സംവിധാനം രൂപപ്പെടുത്തിയത് എന്ന് നമ്മൾ പാർട്ട് 1 പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്, ASB. The ASB was set up in India on 21st April 1977. 1777 ഏപ്രിൽ 1 തീയതിയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് രൂപീകരിക്കുന്നത്. വിത്ത് എ വ്യൂ ടു ഹാർമോണൈസ് ദ ഡൈവേഴ്സ് അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുണ്ടായിരുന്ന വ്യത്യസ്ത തരത്തിലുള്ള അക്കൗണ്ടിംഗ് പോളിസികളെ, പ്രാക്ടീസസുകളെ, പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപീകരിച്ചത്. ഇറ്റ് വാസ് സെറ്റപ്പ് ബൈ ദി കൗൺസിൽ ഓഫ് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ICAI ആണ് ഈ ഒരു സംവിധാനം രൂപപ്പെടുത്തുന്നതിന് മുൻകൈയെടുത്തത്. ICAI ഈസ് വൺ ഓഫ് ദി മെമ്പർ ഓഫ് IASC. ICAI എന്ന് പറയുന്നത് അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് IASCയിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറാണ്. അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ, അതാണ് IASC എന്ന് പറയുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട മെമ്പറാണ് ICAI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെൻസ് വൈൽ ഫോർമുലേറ്റിംഗ് ദി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകൾ രൂപീകരിക്കുന്ന സമയത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഗിവ്സ് മച്ച് വെയ്റ്റ് ടു ദി സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ ദി IASC. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ, ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ഒരു പാർട്ടിൽ പറയുന്നുണ്ട്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഇഷ്യൂ ചെയ്യുന്ന മുഴുവൻ സ്റ്റാൻഡേർഡുകളും റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളും കൃത്യമായിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ടു ഡിറ്റർമിൻ ദി ഏരിയാസ് ഇൻ വിച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നീഡ് ടു ബി ഡെവലപ്ഡ്. ഏതൊക്കെ ഏരിയയിലാണോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ആ ഏരിയ കൃത്യമായിട്ട് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഫോർമുലേറ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വിത്ത് എ വ്യൂ ടു അസിസ്റ്റിംഗ് ദി കൗൺസിൽ ഓഫ് ദി ICAI. ICAIയെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രധാനപ്പെട്ട് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ രൂപീകരിച്ചത്, അഥവാ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ICAIയിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറാണ് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ICAIയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്
ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നത്. ഇൻ ഇവോൾവിംഗ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ, പ്രധാനപ്പെട്ട ഇന്ത്യയിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ രൂപീകരിക്കുക, സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, ടു എക്സാമിൻ ഹൗ ഫാർ ദി റെലവൻറ്റ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓർ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, രണ്ട് ഭാഗത്തെക്കുറിച്ചും ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ കുറിച്ചും ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിനെ കുറിച്ചും അടുത്ത സ്റ്റേജിൽ നമ്മൾ പറയുന്നുണ്ട്. ദെൻ ക്യാൻ ബി അഡാപ്റ്റഡ് വൈൽ ഫോർമുലേറ്റിംഗ് ദി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ടു അഡാപ്റ്റ് ദി സെയിം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് രൂപപ്പെടുത്തുമ്പോൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡും എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ട് എന്നുള്ളതും എത്രത്തോളം അത് കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് എക്സാം ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു അഡ്വാൻറ്റേജാണ്. നാലാമത്തേത്, ടു റിവ്യൂ ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അറ്റ് പീരിയോഡിക്കൽ ഇൻ്റർവെൽ, കൃത്യമായ ഇടവേളകളിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കമ്പനികളുടെ പ്രോഗ്രസ്സിനനുസരിച്ചും അക്കൗണ്ടിംഗ് പ്രൊസീജിയറിൻ്റെ പ്രോഗ്രസ്സിനനുസരിച്ചും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളിലും കൃത്യമായ മാറ്റങ്ങൾ നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം മാറ്റം വരുത്തണം എന്നുള്ളത് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പഠനം നടത്തുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അതൊരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു അഡ്വാൻറ്റേജാണ്. അഞ്ചാമത്തെ, ടു പ്രൊവൈഡ് ഫ്രം ടൈം ടു ടൈം ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് ഗൈഡൻസ് ഓൺ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ഇൻ്റർപ്രിട്ടേഷൻസുകളും അതുപോലെ തന്നെ ഗൈഡൻസുകളും നൽകുക എന്നുള്ളത്, ടൈം ടു ടൈം നൽകുക എന്നുള്ളത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അഡ്വാൻറ്റേജാണ്. ആറാമത്തെ, ടു ഗീവ് ക്ലാരിഫിക്കേഷൻ ഓൺ ഇഷ്യൂസ് എറൈസിങ് ദെയർ ഫ്രം, അഥവാ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ട് വല്ല ഇഷ്യൂസുകളുണ്ടെങ്കിൽ അതിന് കൃത്യമായ ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അഡ്വാൻറ്റേജാണ്. അവസാനത്തെ അഡ്വാൻറ്റേജ്, ടു ക്യാരി ഔട്ട് സച്ച് അതർ ഫങ്ഷൻസ് റിലേറ്റിംഗ് ടു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് മറ്റു ഏതൊക്കെ ഫങ്ഷൻസുകളുണ്ടോ, പ്രവർത്തനങ്ങളുണ്ടോ, അതെല്ലാം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഫങ്ഷൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത്, ടു കൺസിഡർ ദ ആപ്ലിക്കബിൾ ലോസ്, customs, usage and business environment prevailing in India while formulating accounting standard. Accounting standard രൂപപ്പെടുത്തിയെടുക്കുന്ന സമയത്ത് നിലവിൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ, അതുപോലെ തന്നെ കസ്റ്റംസുകൾ, കീഴ്വഴക്കം അല്ലെങ്കിൽ ആചാരങ്ങൾ, യൂസേജുകൾ, അതുപോലെ തന്നെ ബിസിനസ് എൻവയോൺമെൻറ്റ്, നിലവിൽ ഇന്ത്യയിലെ ബിസിനസ്സുകളുടെ പശ്ചാത്തലങ്ങൾ എന്നിവ തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് പരിഗണിക്കുക, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തേത്, ടു ആക്റ്റീവ്ലി പ്രൊമോട്ട് ദി പ്രൊനൗൺസ്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇൻ ദ കൺട്രി വിത്ത് എ വ്യൂ ടു ഫെസിലിറ്റേറ്റ് ഗ്ലോബൽ ഹാർമണൈസേഷൻ ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് ടു ആക്റ്റീവ്ലി പ്രൊമോട്ട്, കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ദ പ്രൊനൗൺസ്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ആധികാരികമായ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ആധികാരികമായ രേഖപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ആധികാരികപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഇങ്ങനെയൊക്കെ അതിനർത്ഥം വെക്കാം. പ്രൊനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മീനിങ് ആധികാരിക പ്രഖ്യാപനം എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് അതിൻ്റെ ആധികാരിക പ്രഖ്യാപനങ്ങളെ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം. ഇൻ ദ കൺട്രി വിത്ത് എ വ്യൂ ടു ഫെസിലിറ്റേറ്റ് ഗ്ലോബൽ ഹാർമണൈസേഷൻ ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾക്ക് ഒരു ഗ്ലോബൽ ഹാർമോണൈസേഷൻ ഉണ്ടാക്കുക, അഥവാ ഗ്ലോബൽ ഏകീകരണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി, ഒരു കാഴ്ചപ്പാടോടു കൂടി ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ആധികാരിക പ്രഖ്യാപനങ്ങളെയെല്ലാം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ടു പെർസ്വേഡ് ദ കൺസേൺ പാർട്ടീസ് ടു അഡോപ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നിടത്തും പ്രസൻറ്റ് ചെയ്യുന്നിടത്തും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കൺസേൺഡ് പാർട്ടീസിനെ പ്രോത്സാഹിപ്പിക്കുക. പെർസ്വേഡ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക, പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നിടത്ത് അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കൺസേൺഡ് പാർട്ടീസിന് അല്ലെങ്കിൽ കൺസേൺഡ് കമ്പനികളെ അക്കൗണ്ടൻറ്റുമാരെ പ്രേരിപ്പിക്കുക എന്നുള്ളതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനമാണ്. നാലാമത്തേത് ടു പ്രൊവൈഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് ഗൈഡൻസ് ഓൺ ഇഷ്യൂസ് എറൈസിങ് ഫ്രം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒബ്ജക്റ്റീവിൽ, ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെക്കുറിച്ച് കൃത്യമായിട്ട് ഇൻ്റർപ്രിട്ടേഷൻസുകളും ഗൈഡൻസുകളും പ്രൊവൈഡ് ചെയ്യുകയും ഒപ്പം തന്നെ ഇഷ്യൂസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, ടു റിവ്യൂ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പീരിയോഡിക്കലി ആൻഡ് ടു റിവൈസ് ദം ഇഫ് നെസസറി. കൃത്യമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ പീരിയോഡിക്കലി റിവൈസ് ചെയ്യുകയും വിശകലനം ചെയ്യുകയും ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക എന്നുള്ളത് മറ്റൊരു പ്രവർത്തനമാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഫങ്ഷൻസുകളാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്ത വിഷയം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സുകളും അതുപോലെ തന്നെ ഫങ്ഷൻസുകളുമാണ് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്തത്. പാർട്ട് 1 വിഷയങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1 കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പാർട്ട് 2 കാണാൻ ശ്രമിക്കുക. പഠനാർഹമായ ഒരുപാട് ടോപ്പിക്സുകൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പഠന വിഷയങ്ങളിൽ നന്നായിട്ട് ഉത്സാഹിക്കണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു.